ലോകത്ത് എവിടെ യുദ്ധമുണ്ടായാലും ഓരോ യുദ്ധത്തിലും കൊല്ലപ്പെടുന്നത് നിരപരാധികളും സാധാരണക്കാരും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരാണ്. ഇന്നിപ്പോൾ ലോകരാജ്യങ്ങളെയൊക്കെ ആകെ ആശങ്കയിലാഴ്ത്തി ഗൾഫ് മേഖലയിലും അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാനിലെ നിരപരാധികളായ കുഞ്ഞു കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന അതിദാരുണമായ വാർത്തയാണ് വരുന്നത്. അങ്ങനെ മനസ്സാക്ഷി മരവിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഓരോ യുദ്ധത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാളികളെ എങ്ങനെയാണ് ഈ യുദ്ധം നേരിട്ട് ബാധിക്കുന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഗൾഫ് മേഖലയിലും ഇറാൻ്റെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. അമേരിക്കൻ ബേസുകളെ ലക്ഷ്യമാക്കിയാണ് യുദ്ധം നടക്കുന്നത്. പക്ഷേങ്കിലും അവിടെ ആശങ്കയിലാവുന്നത് ലക്ഷക്കണക്കിന് മലയാളികളാണ്. ഇന്നിപ്പോൾ കൊച്ചിയിൽ നിന്നും അതുപോലെ തന്നെ കരിപ്പൂരിൽ നിന്നൊക്കെ ഉള്ള വിമാനങ്ങൾ റദ്ദാക്കി ഈ ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിമാന സർവീസുകളെല്ലാം റദ്ദാക്കുന്നു. അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അടക്കം തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ലോകത്തിൻ്റെ സമാധാനം മുഴുവൻ തകർത്തുകൊണ്ട് ഓരോ യുദ്ധവും സമ്മാനിക്കുന്ന ദുരിതങ്ങളും നഷ്ടസ്വപ്നങ്ങളൊക്കെയാണ്. അതിനോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെ ഇരകളായി മാറുന്നവർ, എല്ലാം നഷ്ടപ്പെടുന്നവർ, പലായനം ചെയ്യുന്നവർ, അംഗവൈകല്യം സംഭവിക്കുന്നവർ, അവരൊക്കെ വീണ്ടും തീരാ ദുരിതം അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു സ്ഥിതിയുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ യുദ്ധ കുതിയന്മാരുടെ മനസ്സ് മാറാൻ നമുക്കും പ്രാർത്ഥിക്കാം.